ശ്വേതാ മേനോൻ ഈ വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. തനിക്കെതിരായ എഫ്ഐആർ റദ്ദാക്കണം, ഇന്ന് തന്നെ ഹർജി പരിഗണിക്കണമെന്നാണ് ശ്വേതാ മേനോൻ പറയുന്നത്. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. സെൻസർ ബോർഡ് അടക്കം സർട്ടിഫിക്കറ്റ് നൽകിയ സിനിമയിലാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത്. അത് നാട്ടിലെ നിയമപരമായ സംവിധാനങ്ങൾക്ക് വിധേയമായിക്കൊണ്ട് നിൽക്കുന്ന സെൻസർ ബോർഡ് നൽകിയ സർട്ടിഫിക്കറ്റ് ഉള്ള പടങ്ങളിൽ, പരസ്യങ്ങളിലാണ് അഭിനയിച്ചത്. പിന്നെ എങ്ങനെ ഈ പരാതി നിലനിൽക്കും എന്നതാണ് ശ്വേതാ മേനോൻ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. സാലി മുഹമ്മദ് കൂടിയുണ്ട്. സാലി, ഇപ്പോൾ ശ്വേത ഈ ഹർജി നൽകിക്കൊണ്ട് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയ സിനിമകളിലാണല്ലോ താൻ അഭിനയിച്ചത്, പിന്നെ ഈ പരാതിയിൽ പറയുന്ന അശ്ലീല ചിത്രം അഭിനയിച്ച് പണമുണ്ടാക്കി എന്ന ആരോപണം എങ്ങനെ നിലനിൽക്കും എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം അവർ ഉന്നയിക്കുന്നുണ്ട്. കോടതിയിൽ അവരുടെ പ്രയർ എന്താണ് ഹർജിയിൽ? അതായത് രണ്ട് കാര്യങ്ങളാണ് അവർ ആവശ്യപ്പെടുന്നത്. ഒന്ന്, ഈ കേസ് തന്നെ റദ്ദാക്കണം. മറ്റൊന്ന്, ഒരു ഇമ്മീഡിയറ്റ് റിലീഫ് എന്ന നിലയ്ക്ക് ഈ കേസിൻ്റെ എല്ലാ തുടർ നടപടികളും അടിയന്തരമായി സ്റ്റേ ചെയ്യണം. ടുഡേ ഇട്ടാണ് മൂവ് ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം ഇന്ന് തന്നെ കേസ് പരിഗണിക്കണം എന്നൊരു റിക്വസ്റ്റ് അതിലുണ്ട് എന്നുള്ളതാണ്. സാധാരണ നിലയിൽ 12 മണിക്ക് ടുഡേ ഇട്ട് മൂവ് ചെയ്തൊരു ഹർജി ഹൈക്കോടതി രജിസ്ട്രാറുടെ മുമ്പിൽ എത്തിയാൽ അത് കൺസേൺഡ് ബെഞ്ചിലേക്ക് നൽകുക എന്നുള്ളതാണ്. ഇന്ന് ഈ കേസ് പരിഗണിക്കുന്നത്, ഇത്തരം കേസുകൾ പരിഗണിക്കുന്ന ബെഞ്ച് ജസ്റ്റിസ് വി ജി അരുണിൻ്റെ ബെഞ്ചാണ്. ആ ബെഞ്ചിലേക്ക് ഈ കേസ് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ടുഡേ ഇട്ട് മൂവ് ചെയ്താൽ ജഡ്ജിന് താല്പര്യമുണ്ടെങ്കിൽ ആ കേസ് ഇന്ന് തന്നെ കേൾക്കാം. അങ്ങനെയാണെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം 1:45 അല്ലെങ്കിൽ വൈകിട്ട് 4:30 ഈ കേസ് കേൾക്കാൻ തന്നെയാണ് സാധ്യത. കാരണം ഒരു ഇമ്മീഡിയറ്റ് റിലീഫ് ഈ ഹർജിക്കാരെ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, അഭിഭാഷക വൃന്ദത്തിനിടയിൽ അല്ലെങ്കിൽ നിയമവിദഗ്ധർക്കിടയിൽ ഇക്കാര്യത്തിൽ ഒരു അഭിപ്രായം രൂപീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് കാരണം ഈ CJM കോടതിയാണ് ഇങ്ങനെ ഒരു കേസ് എടുക്കണം എന്ന ഒരു ഓർഡർ ഇട്ടത്. അതായത് മാർട്ടിൻ മേനാച്ചേരി എന്ന ഒരാൾ നൽകിയ പരാതിയെ തുടർന്ന് ആ പരാതിയിൽ കേസെടുക്കാൻ CJM കോടതി പോലീസിനോട് നിർദ്ദേശിക്കുകയായിരുന്നു. പോലീസ് സ്വമേധയാ എടുത്ത കേസോ പരാതിയിന്മേലെടുത്ത കേസോ അല്ല, കോടതിയുടെ നിർദ്ദേശപ്രകാരം എടുത്ത കേസാണ്. അപ്പോൾ ആ കോടതി നടപടികൾ അത് കൃത്യതയോടെയുള്ളതല്ല, നിയമപരമല്ല എന്നൊരു വിമർശനം പൊതുവിൽ ഉയർന്നിട്ടുണ്ട്. അതെങ്ങനെ ആ കേസ് നിലനിൽക്കും എന്ന ചോദ്യം ഇന്നലെ തന്നെ നിയമവൃത്തങ്ങളിൽ ഉയർന്നതാണ്. കാരണം ശ്വേതാ മേനോൻ എന്ന് പറയുന്ന അംഗീകരിക്കപ്പെട്ടൊരു നടിയാണ്. അവർക്ക് പുരസ്കാരങ്ങളടക്കം ലഭിച്ചിട്ടുണ്ട്. പാലേരി മാണിക്യം പോലുള്ള സിനിമകളുടെ പേരിലാണ് ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നതെങ്കിൽ ആ സിനിമയ്ക്ക് അടക്കം അവർക്ക് പുരസ്കാരം ലഭിച്ച സ്ത്രീയാണ്. അപ്പോൾ അങ്ങനെ ഒരു കേസ് നിലനിൽക്കില്ല. നാട്ടുകാർ കാണാൻ പാടില്ല എന്ന് കരുതുന്ന ഒരു ഭാഗവും അതിലുണ്ടായിരുന്നില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ആ രീതിയിൽ അതിന് സെൻസർ സർട്ടിഫിക്കറ്റ് നൽകില്ലല്ലോ. കൃത്യമായി ഏത് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കാണാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള സെൻസർ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ സിനിമകളൊക്കെ തിയേറ്ററുകളിലേക്ക് എത്തുകയും ആളുകൾ അത് കാണുകയും പിന്നീട് പുരസ്കാരങ്ങളടക്കം ലഭിക്കുകയും ചെയ്തത്. അപ്പോൾ ഈ കേസ് എങ്ങനെ നിലനിൽക്കും, അതിന്റെ അടിസ്ഥാനം എന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം തന്നെയല്ലേ സാലി? അതായത് പരാതിക്കാർക്ക് അല്ലെങ്കിൽ ഈ പരാതിക്കാരൻ്റെ പല നിക്ഷിപ്ത താല്പര്യങ്ങളും മറ്റ് താല്പര്യങ്ങളും ഉണ്ടാവാം. പക്ഷേ അതിന് കോടതി എന്തിനു കൂട്ടുനിന്നു എന്നൊരു ചോദ്യം മുൻപ് തന്നെ ഉയർന്നതാണ്. അതുകൊണ്ട് തന്നെ ബേസ്ലെസ് ആയൊരു കേസ് എന്നാണ് ഇതിനെ നിയമവിദഗ്ധർ ആദ്യം തന്നെ ചൂണ്ടിക്കാട്ടിയത്. പക്ഷേ കേസെടുത്തു, കോടതി പറഞ്ഞു. അപ്പോൾ ഇനിയുള്ള പോംവഴി എന്ന് പറഞ്ഞാൽ ഉപരി കോടതിയെ സമീപിക്കുക എന്നുള്ളതാണ്. CJM കോടതിയെ സംബന്ധിച്ചിടത്തോളം ഇനി ഹൈക്കോടതിയാണ്. ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. അവരുടെ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേ ചെയ്യണം, കേസ് റദ്ദാക്കണം. മറ്റൊന്ന്, സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ച സിനിമകളിൽ മാത്രമേ താൻ അഭിനയിച്ചിട്ടുള്ളൂ. താനൊരു ആക്ട്രസ്സാണ്, ഒപ്പം ഒരു മോഡലും കൂടിയാണ്. അറിയപ്പെടുന്ന ഒരു മോഡലാണ്, ആക്ട്രസ്സാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരാൾക്ക് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമനത്തിനനുസൃതമായി അഭിനയിക്കാനും അതൊരു തൊഴിൽ എന്ന നിലയ്ക്ക് സ്വീകരിക്കാനും അവകാശമുണ്ട്. അങ്ങനെ തനിക്ക് തൊഴിലെടുക്കാനുള്ള സ്വാതന്ത്ര്യത്തെയാണ് ഈ ഹർജിക്കാരൻ ചോദ്യം ചെയ്തു. അതിനെയാണ് കോടതി ഇപ്പോൾ കേസെടുക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ബേസ്ലെസ് ആയൊരു കേസാണ്, ഒരു കാരണവശാലും ഇത് നിലനിൽക്കില്ല എന്നുള്ളതാണ് ഹർജിക്കാരിയുടെ ശ്വേതാ മേനോൻ്റെ വാദം. ആ വാദം കോടതി പരിഗണിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയേണ്ടത് ഇന്ന് തന്നെ കേസ് എടുക്കുമോ, 1, ഇന്ന് തന്നെ കേസെടുത്താൽ അതിനൊരു അടിയന്തര സ്റ്റേ നൽകുമോ, 2, 3 അതിൽ വിശദമായ വാദം കേട്ട ശേഷം ഈ കേസ് തന്നെ റദ്ദാക്കി കളയുമോ? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്നോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലോ ആയി ലഭിക്കും. സാറി, ഒരു ഒറ്റക്കാര്യം കൂടി അറിയേണ്ടതുണ്ട്. എൻ്റെ ഒരു സംശയമാണ്, ഇപ്പോൾ സ്വാഭാവികമായും ഈ പറയുന്ന നിയമപരമായ പ്രശ്നങ്ങൾ മുന്നിൽ ഉണ്ടതുകൊണ്ടായിരിക്കുമോ പോലീസ് ഈ പരാതി മുൻപിലേക്ക് എത്തിയപ്പോൾ കേസെടുക്കാൻ വൈകിയത്, അല്ലെങ്കിൽ അവർ അതിൻ്റെ പരിശോധനകളുമായി മുന്നോട്ട് പോയത്? അതൊരു സ്വാഭാവികമാണ്. കാരണം പോലീസിനറിയാം ഈ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് പോലീസിന് പ്രവർത്തിക്കാൻ കഴിയൂ.
പോലീസിന് മുമ്പിൽ ഒരു പരാതി വന്നു. ആ പരാതി ബേസ്ലെസ് ആണെന്ന് പോലീസിന് ബോധ്യപ്പെടുത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടികളിലേക്ക് കടന്നില്ല. അതുകൊണ്ടാണ് ഒരു പ്രൈവറ്റ് പെറ്റീഷനുമായി ഹർജിക്കാരൻ കോടതിയിലെത്തുന്നത്. അപ്പോൾ കോടതി എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിന് കേസെടുക്കാൻ നിർദ്ദേശിച്ചത് എന്നുള്ള ഒരു സംശയമാണ് പൊതുവിൽ ഉയർന്നത്. പക്ഷേ കോടതിയാണ് കേസെടുക്കാൻ നിർദ്ദേശിച്ചു. അതിനെ തടയിടാൻ അല്ലെങ്കിൽ അതിന് ബദലായ മാർഗം എന്ന് പറയുന്ന അപ്പീൽ മാത്രമാണ്. ആ അപ്പീലാണ് ഇപ്പോൾ ശ്വേതാ മേനോൻ സമർപ്പിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസിന് മറ്റ് പോംവഴികൾ ഉണ്ടായിരുന്നില്ല. CJM കോടതി പറഞ്ഞാൽ അത് നടപ്പാക്കുക എന്ന് മാത്രമാണ് പോലീസിന് ചെയ്യാൻ കഴിയുക. അതേ പോലീസ് ചെയ്തിട്ടുള്ളത്. പോലീസിനെ കുറ്റപ്പെടുത്താൻ ഒന്നും കഴിയില്ല. കോടതി വഴി ഇതിന് പരിഹാരം നേടുക എന്നുള്ളതാണ്. ആ വഴിയാണ് ഇപ്പോൾ ശ്വേത തേടിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. സലീം മുഹമ്മദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇവിടെ സ്വാഭാവികമായും നമ്മൾ ഈ വാർത്ത വന്ന നിമിഷം മുതൽ ഉയർന്നു വന്ന ആ സംശയങ്ങൾ തന്നെയാണ് ശ്വേതാ മേനോനും അവരുടെ ഹർജിയിൽ പ്രകടിപ്പിച്ചിരിക്കുന്നത്. നിയമവൃത്തങ്ങളിലടക്കം ഇവിടെ കീഴ്ക്കോടതിയുടെ ഭാഗത്തുനിന്ന് CJM കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഈ നിർദ്ദേശത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിൽ വിലയിരുത്തലുകൾ കൂടി വരുന്നുണ്ട്. ഇപ്പോൾ അതാണ് സലീം മുഹമ്മദ് നമ്മളോട് പങ്കുവയ്ക്കുകയും ചെയ്തത്.